ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോവിനെ കുറിച്ചിട്ടാണ്. അപ്പൊ നമുക്കറിയാം എന്താണ് സ്പെർമറ്റോസോവ എന്ന് പറയുന്നത്. മെയിൽ ഗമീറ്റിനെയാണ് നമ്മൾ സ്പേം അഥവാ സ്പെർമറ്റോസോവ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് അറിയുന്ന കാര്യമാണ് സ്പേം എന്ന് പറയുന്നത് മോട്ടൈൽ ആയിട്ടുള്ള ഹൈലി മോട്ടിലിറ്റി കാണിക്കുന്ന അനങ്ങാൻ പറ്റുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്പേം എന്ന് പറയുന്നത്. സോ സ്പേമിന്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നോക്ക്, സ്പേമിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേമിന് പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാണുള്ളത്. അത് ഞാൻ ഇവിടെ വരയ്ക്കാം. സ്പേമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീജിയൻ ആണ് സ്പേമിന്റെ ഹെഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് സ്പേമിന്റെ ഹെഡ്. ഓക്കെ, ഇനി അടുത്ത റീജിയൻ എന്ന് പറയുന്നത് സ്പേമിന്റെ നെക്കാണ്. ഇപ്പൊ ഞാൻ വരച്ചതാണ് നെക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു മിഡിൽ പീസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. ദിസ് ഈസ് മിഡിൽ പീസ്. ഇനി അത് കഴിഞ്ഞിട്ട് സ്പേമിന് എന്തുണ്ടായിരിക്കും, ഒരു ടെയിലും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു ടെയിലും കൂടെ സ്പേമിന് ഉണ്ടായിരിക്കും. സോ ഹെഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്, ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഹെഡ് ആൻഡ് ദിസ് ഈസ് നെക്ക് റീജിയൻ ആൻഡ് ഈ കാണുന്ന ഭാഗമാണ് മിഡിൽ പീസ് ആൻഡ് ഷെയ്ഡ് ചെയ്യാതെ ഞാൻ വെച്ച റീജിയൻ ആണ് ടെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹെഡിന്റെ അകത്ത് എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഉള്ളത് എന്ന് നോക്കിയാൽ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് കാണാൻ പറ്റും. ഹെഡിന്റെ അകത്ത് ഒരു ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ്, നീളം കൂടിയ ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് കാണാൻ പറ്റും. ഡിപ്ലോയിഡ് കണ്ടന്റ് അല്ലല്ലോ ഗമീറ്റ്സ് എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഹെഡ് റീജിയനിൽ ഇത്രയും റീജിയൻ ആണല്ലോ ഹെഡ്, അല്ലെ? ഈ ഹെഡ് റീജിയനിൽ ന്യൂക്ലിയസും കാണാൻ പറ്റും. ന്യൂക്ലിയസ് മാത്രമല്ല, ന്യൂക്ലിയസിന്റെ ആന്റീരിയർ പൊസിഷൻ ആയിട്ട് മുൻവശത്തായിട്ട് നമുക്ക് ഒരു ഹെൽമെറ്റ് ലൈക്ക് അല്ലെങ്കിൽ ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ എന്നൊക്കെ പറയാൻ പറ്റും. ഒരു ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ആ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ അക്രോസോം എന്ന് പറയുന്നത്. അക്രോസോം. ഇനി അക്രോസോമിന്റെ അകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാല്, അക്രോസോമിന്റെ അകത്തായിട്ട് കുറച്ച് എൻസൈമുകൾ നമുക്ക് കാണാൻ സാധിക്കും. അക്രോസോമിന്റെ അകത്ത് അക്രോസോം കണ്ടെയ്ൻസ് സം എൻസൈം. അപ്പൊ ആ എൻസൈമിന്റെ പേരൊന്നും നമുക്ക് പഠിക്കാനില്ല. സം എൻസൈം എൻസൈംസ് എന്നുള്ളത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ചില എൻസൈംസുകൾ ആ അക്രോസോമിന്റെ അകത്തുണ്ട്. ഞാൻ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹയാലുറൂഡിനേസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്, സോണാലൈസിൻസ് എന്ന് പറഞ്ഞ എൻസൈം ഉണ്ട്. അപ്പം എന്തിനാണ് ഈ എൻസൈം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു എഗ്ഗിന്റെ അടുത്തേക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു എഗ്ഗിന്റെ അകത്ത് എന്താ ഉണ്ടാവുക, ഒരു സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടായിരിക്കും. അതിനു ചുറ്റും ഒരു സോണ പെല്ലൂസിഡ എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ടായിരിക്കും. അതിനു ചുറ്റും കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ടായിരിക്കും. ശരിയല്ലേ? ഈ പറയുന്ന ആളെയാണ് ആർക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ടത്? സ്പേമിന് പെനിട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇയാളെ പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകൾ, ഇയാളെയൊക്കെ ഈ ഗ്രാനുലോസ സെൽസിനെയും സോണ പെല്ലൂസിഡേനെയും ഒക്കെ പെനിട്രേറ്റ് ചെയ്യാനുള്ള, ലൈസ് ചെയ്യാനുള്ള, പൊട്ടിച്ച് കളയാനുള്ള എൻസൈം സ്റ്റോർ ചെയ്തിരിക്കുന്നത് അക്രോസോമിന്റെ അകത്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഈ എൻസൈം എന്തിനാവശ്യമുണ്ട്? ഫോർ ഫെർട്ടിലൈസേഷൻ ആവശ്യമുണ്ട്. എന്താവശ്യത്തിനാണെന്നുള്ളത് മനസ്സിലായല്ലോ? ഫെർട്ടിലൈസേഷൻ എങ്ങനെയാണ് സാധ്യമാക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ആ എൻസൈമാണ് ഈ സെക്കൻഡറി യൂസൈറ്റിന് ചുറ്റുമുള്ള മെംബ്രെയിൻസ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നത്, ലൈസ് ചെയ്യുന്നത്, പൊട്ടിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം അതാണ് ഹെഡ് റീജിയനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇനി ഈ ചെറിയ റീജിയൻ ആണ് നെക്ക് റീജിയൻ. നെക്ക് റീജിയനിൽ പ്രധാനപ്പെട്ട ഒന്നുമില്ല. ഇനി ഈ താഴത്ത് കാണുന്ന റീജിയൻ ആണ് മിഡിൽ പീസ് എന്ന് പറയുന്ന റീജിയൻ. മിഡിൽ പീസ്. അപ്പൊ എന്താ മിഡിൽ പീസിന്റെ അകത്തുള്ളത് എന്ന് ചോദിച്ചാല്, മിഡിൽ പീസിന്റെ അകത്ത് ഒരു സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു മൈറ്റോകോൺട്രിയ ഉണ്ട്. അപ്പൊ സ്പൈറലി അറേഞ്ച്ഡ് എന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. എന്തായാലും എന്തുണ്ട്? മൈറ്റോകോൺട്രിയ ഉണ്ട്. ഒരു മൈറ്റോകോൺട്രിയ, സെല്ലിന്റെ അകത്ത് എന്തിനാ മൈറ്റോകോൺട്രിയ? ഏതൊരാളും പറയുന്ന കാര്യമാണ്. എന്തിനാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്? പവർ ഹൗസ് ഓഫ് ദ സെല്ല് എന്നല്ലേ മൈറ്റോകോൺട്രിയ എല്ലാ സെല്ലിലും അറിയപ്പെടാറുള്ളത്. എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെൽ ഓർഗനിലാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടുള്ള എനർജിയാണ് ഇയാൾ ഉണ്ടാക്കുക?
അപ്പൊ മൈറ്റോകോൺട്രിയന്റെ അകത്താണ് സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സ്പേമിന്റെ മൊബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. എനർജി ഫോർ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയാണ്, അല്ലെങ്കിൽ സ്പേമിന്റെ മിഡിൽ പീസിൽ അടങ്ങിയിരിക്കുന്ന മൈറ്റോകോൺട്രിയാണ് അതിന് വേണ്ട എനർജി കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അവസാനമായിട്ടുള്ള ഈ സ്ട്രക്ചർ ഞാൻ ഇവിടെ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. ഈ സ്ട്രക്ചർ ആണ് നമ്മുടെ സ്പേമിന്റെ ടെയിൽ എന്ന് പറയുന്ന ഭാഗം. സോ ദിസ് ഈസ് ദ ടെയിൽ റീജിയൻ. ഈ കാണുന്ന ഭാഗമാണ് ടെയിൽ. ഓക്കെ, ഇതാണ് ടെയിൽ എന്ന് പറയുന്ന റീജിയൻ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും ടെയിൽ എന്ന് പറയുന്നത് എന്തിനാണ്? സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? ഈ സ്വിമ്മിങ്ങിന്റെ മോഷൻ, ടെയിലിന്റെ മോഷൻ കണ്ടിട്ടുണ്ടോ? സ്പേമിന്റെ ടെയിലിന്റെ മൂവ്മെന്റ് എന്ത് മോഷൻ ആണ്, എന്ത് മൂവ്മെന്റ് ആണ് എന്ന് ചോദിച്ചാല് ഫ്ലജെല്ലാർ മൂവ്മെന്റ്. അപ്പൊ ഫ്ലജെല്ലാർ മൂവ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് എന്ത്? ടെയിൽ എന്ന് പറയുന്നത് അല്ലെ. ഫ്ലജെല്ലാർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? സ്പേം അണ്ടർ ലൈറ്റ് മൈക്രോസ്കോപ്പ് ഈ ടെയിലിന്റെ മൂവ്മെന്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആണല്ലോ. അപ്പോ 4 സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ 4 പാർട്സ് ആണ് ഒരു സ്പേമിന്റെ ഉള്ളത്. ഹെഡിന്റെ അകത്ത് അക്രോസോം ഉണ്ട്, ആൻഡ് അക്രോസോമിന്റെ അകത്ത് ഫെർട്ടിലൈസേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഉണ്ട്, ആൻഡ് ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ഇതാണ് ഹെഡിന്റെ അകത്തുള്ള 2 സ്ട്രക്ചേഴ്സ്. നെക്കിന്റെ അകത്ത് സെൻട്രിയോൾസ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് ഒരു സ്ട്രക്ചർ ആയിട്ടൊന്നും മെൻഷൻ ചെയ്ത് പഠിക്കാനില്ല. അപ്പൊ നെക്കിന്റെ അകത്ത് കാര്യമായിട്ട് ഒരു കാര്യവും ഞാനിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇനി മിഡിൽ പീസിന്റെ അകത്ത് വരുന്നതാണ് സ്പൈറലി അറേഞ്ച്ഡ് മൈറ്റോകോൺട്രിയ. ഏതൊരു സെല്ല് പോലെയും മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് പവർ ഹൗസ് ഓഫ് ദ സെല്ലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സെന്റർ അല്ലെങ്കിൽ പവർ ഹൗസ് എന്ന് പറയുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ ഫൈനൽ പാർട്ടാണ് ടെയിൽ എന്ന് പറയുന്നത്. ഈ ഭാഗമാണ് ടെയിലിന്റെ ഫംഗ്ഷൻ എന്താ? സ്വാഭാവികമായിട്ടും സ്വിമ്മിങ് ആണ്. ഏത് ടൈപ്പ് മൂവ്മെന്റ് ആണ് സ്പേം കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫ്ലജെല്ലാർ മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി NCERT വരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഇനി ഒരു പോയിന്റും കൂടെ നമുക്ക് ഇവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ സ്പേമിന്റെ എല്ലാ സ്ട്രക്ചേഴ്സിനെയും കവർ ചെയ്യുന്ന രീതിയിൽ ആരുണ്ട്? പുറത്തു കൂടെ ആരുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? പ്ലാസ്മ മെംബ്രെയിൻ എല്ലാരെയും എൻവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു സെല്ലിന്റെ പ്ലാസ്മ മെംബ്രെയിൻ, നമ്മുടെ സ്പേമിന്റെ പ്ലാസ്മ മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ പറഞ്ഞ സ്ട്രക്ചർ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. കണ്ടോ, ഞാൻ ഈ പ്ലാസ്മ മെംബ്രെയിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാരാണ്? പ്ലാസ്മ മെംബ്രെയിൻ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ട്രക്ചേഴ്സിനെയും കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാസ്മ മെംബ്രെയിനും ഉണ്ട്. അപ്പൊ നമ്മൾ NCERT നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ കാണിച്ചത് ചുറ്റുവട്ടത്തിലുള്ള കവർ ചെയ്ത പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ഇവിടെ കാണിച്ചതാണ് അക്രോസോം, ഇവിടെ കാണിച്ചതാണ് ന്യൂക്ലിയസ്, ഇവിടെ ഒരു നെക്ക് റീജിയൻ കാണിച്ചിട്ടുണ്ട്. ഹെഡിന്റെ അകത്താണ് അക്രോസോം ന്യൂക്ലിയസ് ഉള്ളത്. മിഡിൽ പീസിന്റെ അകത്താണ് മൈറ്റോകോൺട്രിയ ഉള്ളത്. അതാണ് എനർജി സോഴ്സ് ഓഫ് സ്വിമ്മിങ്. ആൻഡ് ഫൈനലി ടെയിലുണ്ട്. ടെയില് ഫ്ലജെല്ലാർ മൂവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മള് സ്പെർമറ്റോസോവയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നോക്ക്, ഒരാള് ഒരു സെക്ഷൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിനെയാണ് നമ്മൾ ഒരു ഇജാക്കുലേറ്റ് എന്ന് പറയുക. ഒരു ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു തവണ സെമൻ പുറത്തേക്ക് വരുന്നതിനെയാണ് നമ്മൾ ഒരു ഇജാക്കുലേറ്റ് എന്ന് പറയുക. ശരിയല്ലേ? അപ്പൊ എന്താ സെമൻ എന്ന് പറഞ്ഞാല്? സെമൻ ആണ് പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡ്. ശരിയാണല്ലോ. അപ്പൊ സെമന്റെ അകത്ത് എന്തുണ്ടാവും? സ്പേമും ഉണ്ടായിരിക്കും ആൻഡ് സെമിനൽ പ്ലാസ്മയും ഉണ്ടായിരിക്കും. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ശരിയല്ലേ? ഇതാണ് ഒരു മെയിലിൽ നിന്നും ഒരു ഇജാക്കുലേറ്റിൽ ഉണ്ടാവുക. അതായത് സെമന്റെ അകത്ത് ഉണ്ടാവുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? സ്പേമും അതുപോലെ സെമിനൽ പ്ലാസ്മയുമാണ്. ഇനി ഒരു ഇജാക്കുലേറ്റ്, ഒരു തവണ പുറത്തേക്ക് വരുന്ന ഫ്ലൂയിഡിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ സെമൻ ആണല്ലോ ഉണ്ടാവുക. എത്ര സെമൻ ഉണ്ടാവുക? 2 to 5 ml സെമൻ ആണ് ഉണ്ടായിരിക്കുക. ഈ സെമന്റെ അകത്ത് സ്പേം ഉണ്ടായിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും സ്പേം ഉണ്ടായിരിക്കും. എത്ര സ്പേം ആണ് ഒരു ഇജാക്കുലേറ്റ് സെമന്റെ അകത്തുള്ളത്? ഒരു തവണ പുറത്തേക്ക് പോകുന്ന സെമന്റെ അകത്തുള്ളത് എന്ന് ചോദിച്ചാൽ 200 മില്യൺ to 200 മില്യൺ മുതൽ 300 മില്യൺ സ്പേം.
300 മില്യൺ സ്പേം ഉണ്ടായിരിക്കും ഒരു ഇജാക്കുലേറ്റിന്റെ അകത്തുള്ള സെമനില്. ഇത്രയും സ്പേം ഒരു ഇജാക്കുലേറ്റില് ഉണ്ടായിരിക്കും. അപ്പൊ നോർമൽ ഒരു പുരുഷന്റെ സ്പേം കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 200 മുതൽ 300 മില്യൺ സ്പേം ആണ് ഒരു ഇജാക്കുലേറ്റിൽ വേണ്ടത്. ഇതിന്റെ അകത്തുള്ള, അപ്പൊ ഇത് കോടിയിൽ പറയുകയാണെങ്കിൽ 20 കോടി മുതൽ 30 കോടി സ്പേം ഉണ്ട്. ഇതിന്റെ അകത്തുള്ള എത്ര സ്പേം ആണ് ഫെർട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്? ഒരു സിംഗിൾ സ്പേം മാത്രമേ ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ. ബാക്കി ഇത്ര കോടി സ്പേം ഒന്നും എഗ്ഗിനെ കാണത്തുപോലും ഇല്ല. ഒരുപാട് എണ്ണം നശിച്ചു പോകും അല്ലെ? അപ്പൊ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യുന്ന സമയത്ത്, ഇൻസെമിനേറ്റ് ചെയ്താൽ സെമൻ എവിടെയാണ് കിടക്കുന്നത്? വജൈനയിലാണ് ഇൻസെമിനേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സെർവിക്കൽ കനാലിലൂടെ ആ സ്പേം പോകണം, എന്നിട്ട് യൂട്രസിലേക്ക് എത്തണം. യൂട്രസിലൊക്കെ ഒരുപാട് മ്യൂക്കസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്പേം മ്യൂക്കസിലൊക്കെ ട്രാപ്പ് ആവും. ഓക്കെ, എന്നിട്ട് ഫലോപ്പിയൻ ട്യൂബിലൂടെ പോയിട്ട് ആംപ്യുള എന്ന് പറഞ്ഞ റീജിയനിലേക്ക് എത്തുന്ന സ്പേം മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ. അങ്ങനെ എത്ര സ്പേം ഫെർട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഓവത്തിന്റെ അടുത്ത് എത്തുമെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരു 200 സ്പേം ഒക്കെ മാത്രമേ ഓവത്തിനെ കാണത്തു പോലും ഉള്ളൂ. ഓക്കെ, ഓവത്തിനെ കണ്ടതിന് ശേഷമാണല്ലോ ഫെർട്ടിലൈസ് ചെയ്യേണ്ടത്. എത്ര സ്പേം ആണ് ഫെർട്ടിലൈസ് ചെയ്യുക? സിംഗിൾ സ്പേമേ ഫെർട്ടിലൈസ് ചെയ്യുള്ളൂ. എത്ര സ്പേം ആണ് ഓവത്തിനെ കാണുക, അതായത് ആംബ്യുലാർ റീജിയനിൽ എത്തുക? ഏകദേശം 200 സ്പേമേ എത്തുള്ളൂ. എത്ര സ്പേം ആണ് ഒരു ഇജാക്കുലേറ്റിൽ ഉള്ളത്? 20 കോടി മുതൽ 30 കോടി, അല്ലെങ്കിൽ 200 മില്യൺ ടു 300 മില്യൺ സ്പേം ആണ് ഉള്ളത്. ഇതാണ് ഒരു നോർമൽ സ്പേം കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഈ നോർമൽ സ്പേം കൗണ്ട് ഉള്ള ഒരു പുരുഷന് അച്ഛനാവാൻ സാധിക്കോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കണക്കും കൂടെ അറിയണം. ഈ 200 മുതൽ 300 മില്യൺ സ്പേമുകളിൽ 60% സ്പേമിനെങ്കിലും നോർമൽ സൈസും ഷേപ്പും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 60% സ്പേമിനെങ്കിലും നോർമൽ സൈസും ഷേപ്പും ഉണ്ടെങ്കിൽ ഒരാൾക്ക് അച്ഛനാവാൻ പറ്റുള്ളൂ. അയാൾക്ക് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? അപ്പം 200 മുതൽ 300 മില്യൺ സ്പേം ഉണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 60% സ്പേം എങ്കിലും നോർമൽ സൈസും ഷേപ്പും ഉള്ള സ്പേം ആയിരിക്കണം. ഇനി നോർമൽ സൈസും ഷേപ്പും ഉള്ള സ്പേം, ആ നോർമൽ സൈസും ഷേപ്പും ഉള്ള സ്പേമുകളിലെ ആ 60% സ്പേം ഉണ്ടല്ലോ, അതിലെ 40% നോക്ക്, ഏകദേശം ഇതിന്റെ 40% എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണല്ലോ. അതിലെ 40% സ്പേമുകളെങ്കിലും വിഗറസ് മോട്ടിലിറ്റി കാണിച്ചാലേ ഒരാളുടെ അച്ഛനാവാൻ സാധിക്കുള്ളൂ, അതായത് ഫെർട്ടൈൽ ആവുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ എന്താണ് ഇവിടുത്തെ സ്പേം കൗണ്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത്? ഒരു ഇജാക്കുലേറ്റിന്റെ അകത്ത് അല്ലെങ്കിൽ ടോട്ടൽ സ്പേമിലെ 60% സ്പേമെങ്കിലും നോർമൽ സൈസ് ആൻഡ് ഷേപ്പ് ഉള്ള സ്പേം ആവണം. അങ്ങനെയുള്ള 60% സ്പേമുകളിലെ 40% സ്പേമുകളെങ്കിലും വിഗറസ് മോട്ടിലിറ്റി കാണിക്കുന്ന സ്പേം ആവണം. എങ്കിൽ മാത്രമേ ഒരാൾക്ക് ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ, ഒരു പുരുഷന് അച്ഛനാവാൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി സ്പേമിന്റെ മോട്ടിലിറ്റി എവിടെ നിന്നാണ് അറ്റൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്പേമിന്റെ ഫോർമേഷൻ നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്താണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ അകത്ത് വെച്ചിട്ടാണ് സ്പേമിന്റെ ഫോർമേഷൻ നടക്കുന്നത്. എന്നിട്ട് ആ ആള് എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ വന്ന് കുറച്ച് ദിവസം കിടക്കും. അവിടെ നിന്നാണ് ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ കംപ്ലീറ്റ് ആവുന്നത്, സ്പേമിന്റെ മോട്ടിലിറ്റിക്കുള്ള കപ്പാസിറ്റി അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അവിടം കൊണ്ട് മാത്രം ഈ പറയുന്ന സ്പേം കംപ്ലീറ്റ്ലി മോട്ടൈലായി മാറുന്നില്ല. അതിനുശേഷം എപ്പിഡൈമിസിൽ നിന്നും വാസ് ഡിഫറൻസിലൂടെ കടന്നു പോകും. അപ്പം വാസ് ഡിഫറൻസിന്റെ സെക്രീഷൻ ആൻഡ് സെമിനൽ വെസിക്കിള്, അതായത് സെമിനൽ പ്ലാസ്മയിലുള്ള കണ്ടൻസ്, അപ്പം എപ്പിഡൈമിസ്, വാസ് ഡിഫറൻസ്, അതുപോലെ സെമിനൽ പ്ലാസ്മ, അതായത് സെമിനൽ ആക്സസറി ഡെക്സിൽ നിന്നൊക്കെ ഉള്ള സെക്രീഷൻ, സെമിനൽ പ്ലാസ്മ, ഇതിന്റെ സെക്രീഷൻസ് ഒക്കെ കാരണം മാത്രമേ നമ്മളുടെ സ്പേം കംപ്ലീറ്റ്ലി മോട്ടൈലായി മാറുന്നുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കംപ്ലീറ്റ് മോട്ടിലിറ്റി ഒരു സെമന്റെ അകത്തുള്ള, സെമൻ എന്ന് പറഞ്ഞാൽ എന്താ, പുറത്തേക്ക് പോകുന്ന ഇജാക്കുലേറ്റ്, ഈ ഇജാക്കുലേറ്റിന്റെ അകത്തുള്ള സ്പേമില് മോട്ടിലിറ്റിക്കുള്ള കഴിവുണ്ട് എങ്കിലും, കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ മോട്ടിലിറ്റിക്കുള്ള കഴിവുണ്ട്, പക്ഷെ വിഗറസ് മോട്ടിലിറ്റി കാണിച്ച്
ആൻഡ് ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാരണം എന്താന്ന് ചോദിച്ചാല്, അല്ലെങ്കിൽ എപ്പോഴാണ് ഇതിനുള്ള കഴിവ് ഉണ്ടാവുക എന്ന് ചോദിച്ചാല്, ഇൻസെമിനേഷന് ശേഷം കുറച്ച് മണിക്കൂറുകൾ ഈ സെമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ കിടക്കുമ്പം ഒരു കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കും. ഓക്കെ, കപ്പാസിറ്റേഷൻ, നിങ്ങൾക്ക് ആ ടേം ഒന്നും പഠിക്കാനില്ല, കപ്പാസിറ്റേഷൻ നടക്കും. ഈ കപ്പാസിറ്റേഷൻ നടക്കുമ്പോഴാണ് സ്പേം വിഗ്രസ് മോട്ടിലിറ്റി കാണിക്കുന്നതും ആൻഡ് ഒരു ഓവത്തിനെ ഫെർട്ടിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കുന്നതും. ഇതിന് കാൽഷ്യം അയോൺസ് ആവശ്യമുണ്ട്. ആ കാൽഷ്യം അയോൺസ് എവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്, നമ്മുടെ സെമന്റെ അകത്ത് കാൽഷ്യം അയോൺസ് ആൻഡ് സെർട്ടൈൻ എൻസൈംസ്, ഫ്രക്ടോസ്, ഇതല്ലേ സെമിനൽ പ്ലാസ്മേന്റെ അകത്തുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, സെമിനൽ പ്ലാസ്മ, ഇതിൽ നിന്നൊക്കെയുള്ള സെക്രീഷൻ, സെമിനൽ ഗ്ലാൻഡ്, ഇതിൽ നിന്നൊക്കെയുള്ള സെക്രീഷൻസ് ആണ് സ്പേമിനെ കംപ്ലീറ്റ്ലി മെച്യൂർ ആക്കാൻ സഹായിക്കുന്നത് എന്നും കൂടെ ഒരു പോയിന്റും കൂടെ NCERT പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം സ്പെർമറ്റോസോവന്റെ സ്ട്രക്ചറും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.